meet Shobha Surendran, candidate for BJP from Palakkad constituency. Thank you for joining me. നമസ്തേ. ഇപ്പോൾ കഴിഞ്ഞ 2 വട്ടം മത്സരിച്ചപ്പം മത്സരിച്ച മണ്ഡലങ്ങളിലും പാലക്കാട് തന്നെ മത്സരിച്ചപ്പം ഭൂരിപക്ഷം നന്നായിട്ട് കൂട്ടുകയുണ്ടായി. ഇപ്രാവശ്യം സ്ഥാനാർത്ഥികൾ സെലിബ്രിറ്റി സ്ഥാനാർത്ഥിനെയൊക്കെയാണ് ഇറക്കിയിരിക്കുന്നത്. എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് ഇപ്രാവശ്യം? ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയത്തിൽ എപ്പോഴും പരിണിതപ്രജ്ഞരായിട്ടുള്ള എതിർ സ്ഥാനാർത്ഥികളെ കൂടുതൽ റെസ്പെക്റ്റോട് കൂടിയിട്ട് നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. അവരുടെ നയത്തോട് ഞങ്ങൾ വ്യത്യസ്തത പുലർത്തും. അവരുടെ നയത്തോട് നമ്മൾ കലഹിക്കും. കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ചർച്ചകൾ ചെയ്യും. അതായത് BJPയുടെ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യണം എന്നുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ആ പാർട്ടിയുടെ അപജയത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ചൂണ്ടിക്കാണിക്കും. രണ്ട് പാർട്ടിയിൽ നിന്നും ധാരാളം ആളുകൾ ഇപ്പോൾ BJPയിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ഒരു സെലിബ്രിറ്റി വന്നു എന്നുള്ളത് തന്നെ എന്തുകൊണ്ട് വന്നു എന്നുള്ള ചോദ്യമാണ് പാലക്കാട് ചോദിക്കുന്നത്. കാരണം 47 വർഷം ഇവിടെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കോൺഗ്രസിൻ്റെ MLA ആണ്. അപ്പം 47 വർഷം കൊണ്ട് പാലക്കാടിന് വികസനം കൊടുക്കാൻ സാധിക്കാത്ത ഒരു മണ്ഡലത്തിൽ വികസനം BJP ചർച്ച ചെയ്യും എന്നുള്ള ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് പരിണിതപ്രജ്ഞതയുള്ള ഒരു കോൺഗ്രസിൻ്റെ ലീഡറെ രാഷ്ട്രീയ പ്രതിയോഗിയായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കൗതുകം. കാരണം ഞാൻ എപ്പോഴും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ശ്രീമാൻ വീരേന്ദ്രകുമാറിനെ പോലെ, അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മളുടെ ശ്രീമാൻ പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെ, അതുപോലെ തന്നെ നമ്മുടെ അടൂർ പ്രകാശിനെ പോലെ ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിൽ അഗ്രഗണ്യന്മാരായിരുന്ന പരിണിതപ്രജ്ഞരായിരുന്ന ആളുകളാണ് എനിക്കെതിരെ ഓപ്പോസിറ്റ് മത്സരരംഗത്ത് വരാറുള്ളത്. അപ്പോൾ അങ്ങനെ ഇതെൻ്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ കഴിഞ്ഞ 9 തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ശ്രീമാൻ KC വേണുഗോപാലിനെതിരെയാണ് ആലപ്പുഴയിൽ മത്സരിച്ചത്. ഞങ്ങൾ അവിടെ നടത്തിയിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ചെറുതല്ല. ഇവിടെ ഒരൊറ്റ തെരഞ്ഞെടുപ്പിലും വോട്ട് ജനങ്ങൾ ഡബിളിലേക്ക് എത്തിക്കാതിരുന്നിട്ടില്ല. കഴിഞ്ഞ മിക്ക തെരഞ്ഞെടുപ്പുകളും നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കും. അപ്പം ഇവിടെ ഇന്ന് പാലക്കാടിന് വേണ്ടത് വികസനം കടലാസിൽ എഴുതുന്ന ഒരാളെയല്ല, വികസനം MLAയുടെ പേനത്തുമ്പിലൂടെ എഴുതുകയും അത് നിയമസഭയ്ക്കകത്ത് ചോദിച്ചു വാങ്ങുകയും അതിന് തൻ്റെ ഇടം കാണിക്കുകയും ജനങ്ങൾക്കിടയിൽ അഹന്തയില്ലാതെ പ്രവർത്തിച്ചുകൊണ്ട്. അപ്പം ഇന്ന് ഇവിടെ കാണുന്നത് റഫറൻസ് കേന്ദ്രം മാത്രമായിട്ട് പാലക്കാടിൻ്റെ ആരോഗ്യ മേഖലയെ തകർക്കുകയും ഒരു മെഡിക്കൽ കോളേജ് കിട്ടിയിട്ടും ആ മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ പോലും നടത്താൻ സാധിക്കാത്ത അതിവിദൂരമായിട്ടുള്ള അവസ്ഥയിൽ നല്ല ഒരാൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ വെറും റഫറൽ കേന്ദ്രമായിട്ട് മാത്രം നിലനിൽക്കുന്ന ഒരു മെഡിക്കൽ കോളേജിനെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. കുടിവെള്ളമില്ലാത്ത ഗ്രാമങ്ങളുണ്ട്, നല്ല റോഡുകളില്ലാത്ത പ്രദേശങ്ങളുണ്ട്. ഇന്നും 60 വർഷം പിറകിലാണ് പാലക്കാട് നിയോജകമണ്ഡലം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അവിടെ സെലിബ്രിറ്റിക്ക് എന്ത് കാര്യമാണുള്ളത്? 1 മണിക്കൂർ പോലും ഒരു സമരത്തിൽ നിൽക്കാത്ത, ഏതൊരു പാർട്ടിയിലും പ്രവർത്തിക്കാത്ത, ഒരു കഠിന പ്രയത്നവും ചെയ്യാത്ത ഒരു വ്യക്തി അധികം മത്സരിക്കട്ടെ, അതിനൊന്നും ഞാൻ ഒന്നും എതിർപ്പ് പറയുന്നില്ല. കലാകാരന്മാരെ കുറിച്ച് കലാകാരന്മാർ ചർച്ച ചെയ്യണം. ഇവിടെ അതുപോലെ തന്നെ ജനങ്ങൾ സംഘടിക്കുന്നു. ഇതിൽ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും എൻ്റെ കയ്യിൽ നിന്ന് ഷാള് സ്വീകരിക്കുന്നു. ഇത്രയും വലിയൊരു മാറ്റം ഞാൻ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ കാണുമ്പോൾ VD സതീശനും ബോധ്യപ്പെട്ടു ശോഭയോട് ജയിക്കാൻ പോവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ആളുകളുടെയും വോട്ട് തവണ കിട്ടും ശോഭാ സുരേന്ദ്രൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു. എന്താണ്? BJP ജയിക്കാൻ പോകുന്നു. അപ്പോൾ BJPക്ക് എതിരായിട്ടൊരു കഥയുണ്ടാക്കണം. ഡബിൾ എഞ്ചിൻ സർക്കാരിൽ ഊന്നി പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? അല്ല, ഡബിൾ എഞ്ചിൻ സർക്കാർ എന്തിനാണ് വേണമെന്ന് പറയുന്നത്? അതായത് കേന്ദ്രം ഒരു പദ്ധതി കൊണ്ടുവന്നാൽ ആ പദ്ധതിയെ ബഹിഷ്കരിക്കാതിരിക്കുക, ആ പദ്ധതി എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക. 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ മനുഷ്യർക്കും ഒരു പൈസ പോലും ഒരു ആശുപത്രിയിലും കൊടുക്കേണ്ട, ഞാൻ അവരെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി കൊണ്ടുവന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്തിനാണ് ആ പദ്ധതിയെ ബഹിഷ്കരിച്ചത്? ആ പദ്ധതി ഒന്നും ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ എല്ലാ ആശുപത്രികളിലേക്കും അവർക്ക് പോകാമായിരുന്നു. എത്ര ആശുപത്രികൾ അതിന് സജ്ജമായിട്ടുണ്ട്? കേരള മുഖ്യമന്ത്രി എത്ര ആശുപത്രികളെ അതിന് പാകമാക്കിയിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായത്? ഞാൻ പറയുന്നു ഡബിൾ എഞ്ചിൻ സർക്കാർ. മറ്റൊന്ന്, പ്രധാനമന്ത്രിയുടെ PM ശ്രീ പദ്ധതി ഉണ്ട്. എന്താണ് PM ശ്രീ പദ്ധതി? ഒരു ഗവൺമെന്റ് സ്കൂളിലേക്ക് 1 കോടി രൂപ പ്രൈം മിനിസ്റ്റർ കൊടുക്കുന്ന പദ്ധതിയുടെ 1200 കോടി രൂപ വേണ്ടെന്ന് വെച്ചില്ലേ കേരളത്തിന്റെ ഗവൺമെന്റ്? 1200 കോടി രൂപ എന്ന് പറഞ്ഞാൽ എത്ര സ്കൂളുകളിലേക്കുള്ള പണമാണ്? മറിച്ചാണല്ലോ ഗവൺമെന്റ് പറയുന്നത്. അത് ഞങ്ങൾക്ക് തരുന്നില്ല, കാരണം കേരളം BJP നിരസിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ വികസനങ്ങൾ ഇവിടെ എത്തുന്നില്ല എന്നാണല്ലോ മുഖ്യമന്ത്രി എവിടെ പറഞ്ഞു? മുഖ്യമന്ത്രി പ്രസംഗത്തിലാണ് പറയുന്നത്. മുഖ്യമന്ത്രി പ്രസംഗത്തിൽ കളവ് പറയുന്നതിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ്.
മുഖ്യമന്ത്രിയുടെ മനോനില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തകരാറിലായിരിക്കുകയാണ്. കാരണം ഒരു സ്വന്തം പ്രസ്ഥാനത്തെ കൈപ്പിടിച്ചുയർത്തിയ, പതിറ്റാണ്ടുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, അഴിമതിക്കാരനല്ലാത്ത ജി സുധാകരനെ പോലെ ഒരാൾ ഇപ്പോൾ അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനത്തിന് പിന്തുണ സ്വീകരിക്കുന്നെങ്കിൽ അത് വലിയ തെറ്റായിട്ട് മാറും എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. എന്തിനു വേണ്ടിയാണോ കഴിഞ്ഞ കാലം അത്രയും അദ്ദേഹം പ്രവർത്തിച്ചത്, അദ്ദേഹത്തെ കർണക്കുറ്റിക്കടിച്ച് തെറി പറയുന്നതിന് തുല്യമല്ലേ ഇന്നലെ മുഖ്യമന്ത്രി പ്രതികരിച്ചത്? എന്ത് ഭാഷയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ സുധാകരൻ സാറിനെ ഉപമിച്ചത്? എന്താണ് പറഞ്ഞത്? ഞാൻ പറയട്ടെ, തരുന്നില്ല എന്നുള്ളതല്ല, തരുന്നത് വാങ്ങുന്നില്ല. ഞങ്ങൾ BJP പറഞ്ഞല്ലോ, എത്ര പണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള എയ്ഡിനെ കുറിച്ച് ഒരു ധവളപത്രം ഇറക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തന്റെ ഇടമുണ്ടോ എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ്. ഓരോ വകുപ്പുകളിലേക്കും കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തതിൽ നിന്ന് കോടാനുകോടി രൂപ ലാപ്സാക്കി കളഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ പണത്തിന്റെ കണക്ക് കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. അത് ജനങ്ങളുടെ മുന്നിൽ വെക്കുമോ? പക്ഷെ ബഡ്ജറ്റിൽ ഭയങ്കരമായിട്ട് കേരളം എന്നൊരു ഇതുപോലെ നമ്മൾ കാണുന്നില്ല ബഡ്ജറ്റ് പേപ്പറിൽ വരുമ്പോഴത്തേക്കും. ബഡ്ജറ്റ് പേപ്പർ കേരളത്തിന് മാത്രമുള്ളതല്ല, രാജ്യവ്യാപകമായി മുന്നോട്ട് പോകുന്ന ജൽനൽ പദ്ധതി, ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള പദ്ധതി, അത് മറ്റേതെങ്കിലും സ്റ്റേറ്റിന് വേണ്ടി മാത്രമല്ല, കേരളത്തിലും അതിന് പങ്കാളിത്തം വഹിക്കാം. ജൽനൽ പദ്ധതിക്ക് കോൺട്രാക്ടർ എടുത്ത ആളുകൾ 90% ആളുകൾക്കും പണം കൊടുത്തിട്ടില്ല. റോഡുകൾ പല സ്ഥലത്തും ജൽനൽ പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. വീടുകളിലേക്ക് പൈപ്പ് കിട്ടുന്നില്ല. ഇവിടെ തന്നെ 80 കോടി രൂപ കേന്ദ്രത്തിന്റെ എയ്ഡ് വാങ്ങിക്കൊണ്ട് കാട് പിടിച്ച് കിടക്കുകയാണ്. കുടിവെള്ളം കൊടുക്കാൻ കൊണ്ടുവന്ന പദ്ധതിയാണ്. അത് ഒരു അനാഥപ്രേതം പോലെ, ഭാർഗവീ നിലയം പോലെ കിടക്കുകയാണ്. അപ്പോ എന്തെല്ലാം പദ്ധതികളാണോ ഈ ബജറ്റിൽ അവതരിപ്പിച്ചത്, എക്കണോമിസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു, BJP-കാരല്ല, ധനകാര്യ വിദഗ്ധന്മാർ പറഞ്ഞു കഴിഞ്ഞു, ഇത്ര കണ്ട് മനോഹരമായിട്ടുള്ള ഒരു ബജറ്റ്, ആ ബജറ്റിൽ നിന്ന് കിട്ടുന്ന തുക കേരളം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മൂവ്മെന്റ് ഉണ്ടാവുക. ഇവിടെ എയിംസ് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, എയിംസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് KV തോമസ് മാസ്റ്ററെ ചുമതലപ്പെടുത്തിയിട്ട് ഞാൻ KV തോമസ് മാസ്റ്ററുമായി ഒരു ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മാസ്റ്ററോട് ചോദിച്ചത് എന്താണ്, നിങ്ങൾ 3 സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തോ? അപ്പോൾ KV തോമസ് മാസ്റ്റർ എന്താ പറഞ്ഞത്? ഒരു സ്ഥലം കൊടുത്തു. ഒരു സ്ഥലം കൊടുക്കാനല്ലോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്. 300 ഏക്കറയോളം വരുന്ന, ഏക്കറയിലധികം വരുന്ന 3 സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആവശ്യപ്പെട്ടിട്ട് 10 കൊല്ലമായിട്ട് സ്ഥലം കിട്ടിയില്ലല്ലോ. എന്താ സ്ഥലം കിട്ടാത്തത്? എടുക്കണമെന്ന് ആഗ്രഹമില്ല. 96% വരുന്ന പണം കൊടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റാണ്. 4% മാത്രം റോഡിന് ചെലവഴിച്ച മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡ് നാണമില്ലേ വെക്കാൻ? ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ ബോർഡ് വെക്കണ്ടേ? ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോയും ചേർത്തുകൊണ്ടല്ലേ ഈ റോഡിന് അഭിവാദ്യം അർപ്പിക്കേണ്ടത്? പക്ഷെ നമ്മൾ ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഏകദേശം 5000 മുകളിൽ കോടി രൂപ, അതായത് നമ്മൾ നോക്കുമ്പോൾ 5000 കോടി രൂപ കേരള ഗവൺമെന്റ് കൊടുത്തത് 4% പോലും തികയില്ല. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത 10,000-കണക്കിന് കോടി രൂപ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുമ്പോൾ അവിടുത്തെ ശ്രീമാൻ നിതിൻ ഗഡ്കരി ചോദിച്ചല്ലോ, മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ എത്ര രൂപയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്? ആ കണക്കൊന്ന് പറയുമോ? പറഞ്ഞോ ഇതുവരെ? എന്താ ധനകാര്യ വകുപ്പ് മന്ത്രി കണക്ക് കൊടുക്കാത്തത്? കണക്ക് കൊടുക്കാൻ പറ്റില്ല. കണക്ക് കൊടുത്താൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇതറിയും. അപ്പൊ അതുകൊണ്ട് പണ്ട് മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയിൽ പറയുന്നുണ്ട്. ആ കഥയിൽ പറയും, ലക്ഷ്മിക്കുട്ടി ഗർഭിണിയായി. ആരാണ് ലക്ഷ്മിക്കുട്ടിയെ ഗർഭിണിയാക്കിയത് എന്ന് ചായക്കടയിൽ ചർച്ച. അപ്പൊ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ഒരു എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതിനകത്തുണ്ടായിരുന്നു. ആള് പറഞ്ഞു, അതിന്റെ ഉത്തരവാദി ഞാനാണ്. പക്ഷെ മനക്കിലെ ലക്ഷ്മിക്കുട്ടി ആനയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതുപോലെ ഇവിടെ നടക്കുന്നത് മുഴുവൻ വ്യാജ പ്രചരണങ്ങളാണ്. ഈ വ്യാജ പ്രചരണങ്ങളിലൂടെ നാട്ടുകാർ മുന്നോട്ട് പോയാൽ കണക്ക് പറയിപ്പിക്കാൻ തൻ്റെ ഇടമുള്ള, നല്ല നട്ടലുള്ള, ആർജവമുള്ള ആളുകൾ ഇത്തവണ കേരള നിയമസഭയിൽ എത്തണം എന്നുള്ളത് പാലക്കാടിന്റെ മാത്രം ആവശ്യമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹം ഞങ്ങൾ നടപ്പിലാക്കുകയും ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കുക. എന്താ BJP-കാർ മന്ത്രിമാരായ പറ്റില്ലേ കേരളത്തിൽ? കേന്ദ്ര ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിജിയോടൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടും, കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടും, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടും ഇവിടുത്തെ വൈദ്യുതി മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ പദ്ധതികൾ വിഭാവനം ചെയ്യാൻ സാധിക്കുന്ന വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ടും എന്താ ഇവിടെ ആളുകൾ പോയാൽ പറ്റില്ലേ NDAക്ക്? അതാണ് ഞങ്ങൾ പറയുന്നത്. ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ സമയമായി. നിങ്ങൾ ഒരു അവസരം തരണം. ഡബിൾ എഞ്ചിൻ സർക്കാർ പറയുമ്പോൾ തന്നെ നമ്മൾ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളുടെ ഇൻഡെക്സസ് എടുത്ത് നോക്കുമ്പം അവരുടെ പോവേർട്ടി ലെവല്, മാൽന്യൂട്രീഷൻ ലെവൽ, ഇപ്പം കഴിഞ്ഞ ദിവസം ഗുജറാത്ത് അസംബ്ലിയിൽ തന്നെ പറഞ്ഞ അവരുടെ കുട്ടികളുടെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മാൽന്യൂട്രീഷൻ 40% എന്നാണ് കഴിഞ്ഞ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് അത് കേരളത്തിൽ 10% താഴെയും, അതുപോലെ തന്നെ പോവേർട്ടി ലെവൽ കേരളത്തിൽ 0.55 ആകുമ്പോൾ ഇതുപോലുള്ള സംസ്ഥാനങ്ങളിൽ പലതും 30% താഴെയും 10% മുകളിലും ഒക്കെയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ചെറുപ്പക്കാരല്ലേ,
ഒന്ന് ഗുജറാത്ത് വരെ പോയി നോക്കണം. പോയി നോക്കിയതിന് ശേഷം ഇന്ന് ഈ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകളുടെ കൃത്യത പരിശോധിക്കണം. പണ്ട് ഇവിടെ നിന്ന് ഗുജറാത്തിലേക്ക് ഒരു സംഘം പോയി, ഒരു മാധ്യമ സംഘമായിരുന്നു. ആ മാധ്യമ സംഘം പോയത് അവിടെ ഹിന്ദുക്കളെ മാത്രം സ്നേഹിക്കുന്ന ശ്രീമാൻ മോദിജിയെ കാണാനാണ്. അവിടെ നാഷണൽസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിന്റെ ഗവൺമെന്റ് കൊടുക്കുന്ന കണക്കാണോ? ഇവിടെ ദാരിദ്ര്യമില്ലേ? ഇവിടെ അതിദാരിദ്ര്യമില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണ്. ദാരിദ്ര്യമുള്ള 100 ഗ്രാമങ്ങളെ ഞാൻ ഐഡന്റിഫൈ ചെയ്ത് തരാൻ എനിക്ക് സാധിക്കും. ST മോർച്ചയുടെ, അതായത് ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ഏറ്റവും പാവപ്പെട്ടവരുടെ പ്രഭാരിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇവിടെ പറയുന്ന കണക്കല്ല. ആ കണക്കിനെ ഇവിടെ ആരാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഇവിടെ ഇതിനു വേണ്ടി കൊട്ടിഘോഷിക്കുന്ന, എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ട എന്ന് തീരുമാനമെടുക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഗുജറാത്തിലെ വികസനം പഠിക്കാനാണല്ലോ ഇവിടെ നിന്ന് മാർക്സിസ്റ്റുകാർ പോയത്. അപ്പൊ ഗുജറാത്തിലെ വികസനം നല്ലതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്രയോ ആളുകൾ ഗുജറാത്തിന്റെ മടിത്തട്ടിലേക്ക് വരികയും ഇവിടുത്തെ അരിവാൾ രോഗത്തെക്കുറിച്ച് എന്താ സംസാരിക്കാത്തത്? ഇവിടുത്തെ അനീമിയ പേഷ്യൻസിനെ കുറിച്ച് എന്താ സംസാരിക്കുന്നത്? അട്ടപ്പാടിയിലെയും ഷോളയൂരിലെയും പുതൂരിലെയും പെൺകുട്ടികളെ കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത്? ഇടുക്കിയിലെ ഇടമലക്കുടിയിലെ കുട്ടികളെ കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത്? സാനിറ്ററി നാപ്കിനെ കുറിച്ച് പോലും അറിയാത്ത, ധാരണയില്ലാത്ത കേരളത്തിലെ പാവപ്പെട്ടവരെ കുറിച്ച് ചർച്ച ചെയ്യാൻ എന്താ ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാവാത്തത്? അപ്പോ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഗുജറാത്തിൽ വികസനമുണ്ട്, ഗുജറാത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിട്ടും ശ്രീമാൻ നരേന്ദ്രമോദിജി പറയുന്നത്, ഏതൊരു പ്രതിപക്ഷത്തിനും ഏതൊരു വിഷയവും ചൂണ്ടിക്കാണിച്ചാൽ അത് ചെയ്യാൻ തന്റെ ഇടമുള്ള, അത് യാഥാർത്ഥ്യവൽക്കരിക്കാൻ, ജനപക്ഷത്ത് നിന്നുകൊണ്ട് യാഥാർത്ഥ്യവൽക്കരിക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഞങ്ങളുടെ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് BJPക്ക് സമം BJP മാത്രമാണ് ഇന്ത്യയിൽ. പഴയ നോർത്ത് ഇന്ത്യയല്ല, പഴയ സാഹചര്യമല്ല. ഇന്ന് അതിൽ നിന്ന് ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച കണക്കിൽ 89% പിന്നോക്കം നിന്നിരുന്ന ഗുജറാത്ത് ഇന്ന് 45% മുന്നിലേക്ക് വരികയും. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്, BJP എന്ന് പറയുന്നത് ഭാരതീയ ഹിന്ദു പാർട്ടിയല്ല, എല്ലാവരും സെക്യുലർ പാർട്ടിയാണ്, എല്ലാ മതങ്ങൾക്കും ഇവിടെ സ്ഥാനമുണ്ട്. പക്ഷേ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഗുരുവായൂരിലുള്ള നിങ്ങളുടെ കാൻഡിഡേറ്റിനെ പോലൊരു പ്രസ്താവനയിൽ ഹിന്ദു MLA ആവശ്യമുണ്ട് അവിടെ. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാനപ്പോൾ തെരഞ്ഞെടുപ്പ് തിരക്കിലാണ്, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടില്ല. അത് വായിച്ചതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാം. ഇത് ഭാരതത്തിലെ ജനങ്ങൾക്ക് ആകമാനമുള്ള ഒരു പാർട്ടിയാണ് എന്ന് എല്ലാ മനുഷ്യർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ 16 ഇസ്ലാമിക രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും അവിടുത്തെ ആളുകളും ചേർന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ അവരുടെ പരമോന്നത ബഹുമതി കൊടുത്തുകൊണ്ട് സ്വീകരിച്ചത്. അപ്പോൾ ഇവിടെ ആ സ്റ്റേറ്റ്മെന്റ് പഠിച്ചതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും മുസ്ലിം കാൻഡിഡേറ്റ്സ് ആരും ഉണ്ടായിട്ടില്ല BJPയിൽ. അപ്പം അതെന്തുകൊണ്ടാണ് മുസ്ലിം കാൻഡിഡേറ്റ്സോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ് ഇപ്പം കേരളത്തിലുണ്ടെങ്കിലും ഇന്ത്യ മൊത്തം എടുത്ത് നോക്കുമ്പം ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സും വളരെ കുറവാണ്, അല്ലെങ്കിൽ മുസ്ലിം കാൻഡിഡേറ്റ്സ് ആരും തന്നെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഉണ്ടല്ലോ, ഞങ്ങളുടെ മുക്തർ അബ്ബാസ് നഖ്വി മുസൽമാനല്ലേ, ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു. ഷാനവാസ് ഹുസൈൻ മുസൽമാനാണ്. നജ്മ ഹെപ്തുള്ള മുസൽമാനാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വളരെ അറിവും പ്രാപ്തിയുമുള്ള അബ്ദുൽ സലാം സാർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ പാർലമെന്റിൽ. അബ്ദുള്ള കുട്ടി ഞങ്ങളോടൊപ്പം സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. ഇത്തവണ അവരെല്ലാം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. 99% ഹിന്ദു ജനസാമാന്യം ജീവിക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷനിൽ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ ഒരു പെൺകുട്ടി മുംതാസിനെ അവിടെ നിർത്തി, താമരചിഹ്നത്തിൽ നിർത്തി സ്ഥാനാർത്ഥി ഇലക്ഷനിൽ മത്സരിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. കൊടുങ്ങല്ലൂരിലും കയ്പമംഗലത്തും എത്രയോ മുസ്ലിം സ്ത്രീകൾ അതിൻ്റെ തലപ്പത്ത് ഞങ്ങളുടെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ഏതൊരു മുസ്ലിം സഹോദരനും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ സ്ഥാനമുണ്ട്, അംഗീകാരമുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് 6-ലധികം വരുന്ന സംസ്ഥാനതല ഭാരവാഹികൾ മുസ്ലിം ജനസാമാന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തം അത് ഉണ്ടാവുമോ? കേരളത്തിൽ അല്ല, തീർച്ചയായിട്ടും ഇന്ത്യ മഹാരാജ്യത്തിൽ അതുണ്ടാവും. കഴിവും പരിണിതപ്രജ്ഞതയുമുള്ള, താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും മുന്നോട്ട് വരാൻ ഒരു തടസ്സവും ഭാരതീയ ജനതാ പാർട്ടിക്കകത്തില്ല.